നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അച്ഛനോ അമ്മയ്ക്കോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകും, അല്ലെങ്കിൽ ചിലർക്ക് SLE കാണും. അങ്ങനെയുള്ളവർ നമ്മുടെ ഒന്ന് ചോദിക്കും, ഡോക്ടറെ എൻ്റെ കൊച്ചിന് ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ട്? കാരണം നമുക്കറിയാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് 2 പാർട്ടാണ്. ഒന്ന് ജെനറ്റിക്സ് ഉണ്ട്, എൻവയോൺമെൻറ്റ് ഉണ്ട്. ഈ ജെനറ്റിക്കലി അപ്പം അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത ബാക്കിയുള്ളവരെക്കാൾ കുറച്ച് കൂടുതലാണ്. അങ്ങനെ ഉള്ളപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്താൽ ഇത് വരാതിരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പലപ്പോഴും ഇവർ വന്ന് ചോദിക്കുന്നത്. എന്തെങ്കിലും വിറ്റമിൻ കൊടുത്താൽ, എന്ത് ഫുഡ് കൊടുത്തിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും ഡയറ്റിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഇത് കുറയുമോ? അപ്പോൾ അവരോട് നമ്മൾ പലപ്പോഴും പറയാനുള്ളത്, അങ്ങനെ പ്രത്യേകിച്ച് ഡയറ്റൊന്നും പറയാനില്ല, ഇതുവരെ നമുക്കതിനുള്ള എവിഡൻസ് ഇല്ല. പക്ഷേ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട്. 100 കണക്കിന് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഡയറ്റ്സിൽ. ഇത്തവണ കുറച്ച് ദിവസം മുമ്പാണ് ഒരു കൺക്ലൂസീവ് കുറച്ച് നല്ല റിസൾട്ട് പുറത്തു 2-3 മാസമായിട്ടുള്ളൂ. അതിൽ omega-3 ഫാറ്റി ആസിഡ്, അതായത് omega-3 ഫാറ്റി ആസിഡാണ് നമ്മൾ സാധാരണ മീൻ ഗുളികയൊക്കെ എന്ന് വിളിക്കും. അത് ഫിഷിലൊക്കെ വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാറ്റി ആസിഡാണ് ഈ omega-3 ഫാറ്റി ആസിഡ്. ഈ omega-3 ഫാറ്റി ആസിഡ് കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ച് നാളത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ, ഒരു 6 months to 1 year കഴിച്ചു കഴിഞ്ഞാൽ അത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറച്ച് നന്നായിട്ട് മോഡുലേറ്റ് ചെയ്യുന്നു. അത് 25,000 പേര് നടത്തിയ പഠനമാണ്. ചെറിയ പഠനം. 25,000 പേര് നടത്തിയ പഠനത്തിൽ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 6 മാസം 1 വർഷമൊക്കെ ഈ ഫാറ്റി ആസിഡ് ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ അത് നിർത്തിയ ശേഷവും അതിൻ്റെ എഫക്റ്റ് ബോഡിയിൽ നിലനിൽക്കുന്നു. അതായത് ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റമാണോ ആ ഗുളിക കഴിക്കുമ്പോൾ അതുണ്ടായിരുന്നത്, അത് പിന്നെ മുമ്പോട്ട് നിലനിൽക്കുകയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതായത് വാതരോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. അതായത് ഫാറ്റി ആസിഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേറ്ററി സെൽസ് ഉണ്ടല്ലോ, നീർക്കെട്ടുണ്ടാക്കുന്ന കോശങ്ങളുടെ പ്രവർത്തനത്തെ മോഡുലേറ്റ് ചെയ്ത് അത് നല്ല രീതിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. അപ്പോൾ അത് നീർക്കെട്ട് കുറയ്ക്കുന്നു. മുമ്പ് തന്നെ പഠനങ്ങളുണ്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലും അതുപോലെ SLE രോഗികൾക്കൊക്കെ ഈ omega-3 ഫാറ്റി ആസിഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് അത് ബെനിഫിഷ്യലാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണ്? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് omega-3 മാത്രം കഴിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇതൊരു സപ്ലിമെൻ്റാണ്. മറ്റേ നമ്മളെന്താ പറയുന്നത്, മേമ്പൊടി പോലെ ചേർക്കാവുന്ന ഒരു സാധനമാണ്. ഒരാൾക്ക് 195% അസുഖം കുറഞ്ഞു എങ്കിൽ ബാക്കി 5% ചിലപ്പോൾ omega-3 കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയൊരു എഫക്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലുണ്ട്. പക്ഷേ ഒരു രോഗം വരുന്നതിന് മുമ്പുള്ള സ്റ്റേജിൽ അതിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടി കൂടുതലാണ്, കുറച്ചുകൂടി മെച്ചമാണ്. കാരണം രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ മരുന്നാർക്കും കൊടുക്കില്ലല്ലോ. അപ്പോൾ ഈ omega-3 കഴിക്കുന്നവർക്ക് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി മെച്ചപ്പെട്ടതായി കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? അവരുടെ കോശങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ച് കഴിയുമ്പോൾ അവരുടെ അസുഖം വരാനുള്ള ചാൻസ് 10 മുതൽ 20% വരെ കുറയുന്നു. അപ്പോൾ ഇവർ ഇത് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഫാമിലി ഹിസ്റ്ററിയൊക്കെ ഉള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി അവർക്ക് ഈ omega-3 സപ്ലിമെൻറ്റേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് എത്രയാണ് കൊടുക്കേണ്ടത്? 1000 മുതൽ 2000 മില്ലിഗ്രാം വരെയൊക്കെയാണ് ഇതിൻ്റെ ഡോസ്. അപ്പോൾ പലതരത്തിലുള്ള omega-3 ഫാറ്റി ആസിഡ് പലതരത്തിലുള്ള ക്യാപ്സൂൾ അവൈലബിൾ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന മുമ്പ് എത്ര mg ഉണ്ടെന്ന് നമ്മൾ നോക്കുക. ഒരു 1000 മില്ലിഗ്രാം, അതായത് 1 മുതൽ 2 ഗ്രാം വരെയൊക്കെയാണ് ഒരു എഫക്റ്റീവ് ഡോസായിട്ട് അസുഖം വരുന്നതിന് മുമ്പുള്ളവരിൽ കണ്ടുവരുന്നത്. അപ്പോൾ അത് ക്യാപ്സൂൾ കഴിക്കണമെന്നില്ല. നമുക്ക് മീനിലോ അങ്ങനെയുള്ളതിലും omega-3 ഒക്കെ ഉണ്ട്. പക്ഷേ അത് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കേണ്ടി വരും. അപ്പം പ്രാക്ടിക്കലായിട്ട് ഈ ക്യാപ്സൂൾ കഴിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി അതിൻ്റെ ഒരു നമുക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ അസുഖം വരാനുള്ള ചാൻസ് കുറയ്ക്കാനും സാധിക്കും. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലുത് കാര്യം. പലപ്പോഴും ഇതിന് മുമ്പുള്ള പല കാര്യങ്ങളും ചെറിയ സ്റ്റഡീസ് വന്ന് ചെറിയ ബെനിഫിഷ്യൽ എഫക്റ്റ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡിയിൽ ഉണ്ടാകും, അടുത്ത സ്റ്റഡി ഇല്ലാതിരിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു 25,000 പേരുടെ സ്റ്റഡി ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റഡിയുടെ വാലിഡിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ റിസ്ക് വരാൻ സാധ്യതയുള്ളവർക്ക് ഈ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഗുളികകൾ, അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിൽ ഫിഷൊക്കെ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ റിസ്ക് ഒരു പരിധിവരെ കുറയ്ക്കാം.